ഷാഫി പറമ്പിലിനെ ഏറ്റുപിടിച്ച് രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. പാലക്കാട് ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി സർക്കാർ കൊല്ലുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് കടന്നത്. പാലക്കാട്ടെ MLA ആയി മാങ്കൂട്ടം കുറച്ചുകാലമേ സഭയിൽ അംഗമായി മാറിയിട്ടുള്ളൂ എങ്കിലും കനത്ത പ്രഹരമാണ് പിണറായി സർക്കാർ നൽകുന്നത്. മന്ത്രി വീണ ജോർജിനെ അടിച്ചിരുത്തിയ കാഴ്ചയടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഗംഭീര പ്രകടനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കാഴ്ചവെച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ചോദ്യം ഉന്നയിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശ്രീ AP അനിൽകുമാർ വകുപ്പ് മന്ത്രിയും ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരിക്കുമ്പോഴുമാണ് സാമൂഹിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ ആദ്യത്തെ പട്ടികജാതി പട്ടികവർഗ മെഡിക്കൽ കോളേജ് പാലക്കാട് ആരംഭിക്കുന്നത്. ഏതാണ്ട് 25 ലക്ഷത്തോളം മനുഷ്യർ ആശ്രയിക്കേണ്ടുന്ന ആ മെഡിക്കൽ കോളേജിനെ സാങ്കേതികത്വത്തിന്റെ ചുവപ്പ് നടയിൽ കൊല്ലുകയാണ് ഈ സർക്കാർ. 500 ബെഡുകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കാനുള്ള എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുള്ള ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ പാരാമെഡിക്കൽ ജീവനക്കാരുടെയോ നിയമനം നടക്കുന്നില്ല. ആകെയുള്ള ജീവനക്കാർ പോലും താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ഒരു നെഞ്ചുവേദന വന്നാൽ പോലും കോയമ്പത്തൂരിനെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ പൊലിയുന്ന ജീവനുകൾക്ക് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥ ഉത്തരവാദിയാണ്. കോളേജിൽ അടിയന്തരമായി തന്നെ കാഷ്വാലിറ്റി എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററുകൾ ആരംഭിക്കണം. CT MRI മെഷീനുകൾ വാങ്ങണം. മോർച്ചറി പോസ്റ്റ്മോർട്ടം സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കണം. അനുവദിക്കപ്പെട്ടിട്ടുള്ള സെൻട്രൽ ലബോറട്ടറി, ഹൌസ് സർജൻസ് ക്വാർട്ടേഴ്സ്, കിച്ചൺ, മെസ്, ഡൈനിങ് ഹാൾ എന്നിവയുടെ പണി ആരംഭിക്കണം. പുതിയ ഹോസ്റ്റൽ ബ്ലോക്ക്, ആധുനിക ഓഡിറ്റോറിയം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. IP OP സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വകയിരുത്തിയതും ചെലവഴിച്ചതുമായ കോടികൾക്കപ്പുറം ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനം ഇതുകൊണ്ടുണ്ടായി എന്ന് സർ, മെഡിക്കൽ കോളേജിന്റെ DPR ഉൾപ്പെട്ട അക്കാദമിക് ബിൽഡിംഗ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുകൾ, ചുറ്റുമതിൽ നിർമ്മാണം, ഭൂഗർഭജല സംഭരണി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട്. 21 മുതൽ OP സൗകര്യം ആ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. പണി പൂർത്തീകരിച്ച ഹോസ്പിറ്റൽ വാർഡ് ബ്ലോക്കിൽ 2024 മാർച്ച് 12 മുതൽ 120 കിടക്കളോട് കൂടിയിട്ടുള്ള IP സൗകര്യം സജ്ജീകരിച്ചു. ഫയർ NOC ലഭ്യമായതോടുകൂടി അത്യാഹിത വിഭാഗം ഉൾപ്പെടെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. 13 ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു. ICU ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജമാക്കി. ലാബ്, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ കോളേജിൽ ബ്ലഡ് ബാങ്ക്, ഡയാലിസിസ് യൂണിറ്റ് എന്നിവ ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നു. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് 23-24 ഒരു നഴ്സിംഗ് കോളേജും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 5 ബാച്ചുകളിലായി 500 വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിക്കുകയും 5 ബാച്ചുകളിലായി 500 വിദ്യാർത്ഥികൾ പഠനം നടത്തിവരികയുമാണ്. വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ, ടീച്ചിംഗ് ഹോസ്പിറ്റൽ എന്നിവ നിലവിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പഠനം പൂർത്തീകരിച്ചത് പാലക്കാട് മെഡിക്കൽ കോളേജിലേത് മെച്ചപ്പെട്ട വിജയ ശതമാനം കഴിഞ്ഞു.